ആദ്യം മുമ്പുണ്ടായിരുന്നപ്പോ നമ്മുടെ വിയൻകുട്ടി സാറ് അതുപോലെ ഫസീല അവര് പിന്നെ അങ്ങനെ ഒരുപാട് പാട്ടുകാരുണ്ട്. അവരൊക്കെ പാടിയിരുന്നത് നല്ല പഴയ മാപ്പിള പാട്ടുകളായിരുന്നു. അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും പക്ഷെ ഇപ്പോൾ ഉള്ളതൊക്കെ ഒരു വിരഹഗാനം പോലെ. ഇപ്പൊ ഞാൻ അടുത്തൊരു പാട്ട് കേട്ടു, ശ്രീ സലാം കൊടിയത്തൂർ എന്ന് പറഞ്ഞ ആളെ ഒരു പാട്ടുണ്ട്, സലീം കൊടിയത്തൂർ എന്ന് പറഞ്ഞ ആ പാട്ടില് ഇങ്ങനെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത വീട്ടിലെ കല്യാണത്തിന് പന്തലൊരുങ്ങുമ്പോ അദ്ദേഹത്തിന് നെഞ്ഞത്താണ് അവിടുത്തെ ബിരിയാണിയുടെ ചെമ്പ് വെച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള പാട്ടുകളെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണെന്നുള്ള ചോദ്യം. ഞാൻ പാട്ടിനെ ഒരു ഇബാദത്തായിട്ടൊന്നും കാണുന്നില്ല. പാട്ട് ഒരു കാര്യം പറയാം, പാട്ട് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഒരു വഴിയല്ല. ഇൻസ്ട്രുമെന്റ്സോടുകൂടി ഇപ്പൊ അബൂബക്കർ പാടിയാലും ഇനിയിപ്പോ കുമാരേട്ടൻ പാടിയാലും ജയ്സൺ പാടിയാലും ഹറാമ് തന്നെയാണ്. പിന്നെ പാട്ടിനെ പ്രബോധനവൽക്കരിക്കാൻ വേണ്ടി അപൂർവമായിട്ട് യൂസ് ചെയ്ത് പണ്ട് മുതലേ ഉള്ളത് കൊണ്ട് മാത്രം അങ്ങനെ ഒരു സംഭവം നടന്നു വരുന്നുള്ളൂ. ആ കാലഘട്ടത്തിന്റെ പാട്ടുകൾ, ആ കാലഘട്ടത്തിന്റെ ചിന്താഗതിയും ആ തരത്തിലായതുകൊണ്ട് അന്ന് അങ്ങനത്തെ പാട്ട് വന്നു. ഈ കാലഘട്ടം ഇതെല്ലാം ബിസിനസ് ആയിട്ടാണ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സും എല്ലാരും കാണുന്നത്. അല്ലാതെ ഞാനൊരു മാപ്പിളപ്പാട്ട് പാടിയോണ്ട് അത് കേട്ട് ബാങ്ക് കേട്ടിട്ട് 5 നേരം കേട്ടിട്ട് ഹയ്യാൽ അസ്സലാത്ത് എന്ന് പറഞ്ഞ് നിസ്കാരത്തിലേക്ക് കടന്നു വരുമെന്ന് ബാങ്കിൽ വിളിച്ചിട്ട് ചെല്ലാത്തവൻ ഷാഫി മാപ്പിളപ്പാട്ട് പാടിയോണ്ട് അല്ലെങ്കിൽ ഇബാദത്ത് പ്രചരിപ്പിക്കാൻ പാടിയോണ്ട് പള്ളിയിൽ പോവില്ല. അങ്ങനത്തെ പൊട്ട വിശ്വാസം എനിക്കില്ല. പിന്നെ